ഹായ് ഗൈസ്, നമ്മളെ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. രണ്ടാളാണുള്ളത്. അപ്പോൾ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഫുഡ് കൊടുക്കലുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചായ കൊണ്ടു കൊടുക്കും കേട്ടോ. കട്ടൻ ചായയും പിന്നെ പഴം ആവിയിൽ വേവിച്ചതാണ് കേട്ടോ. എന്ന് ഹെൽത്തി ആയിരിക്കട്ടെ. ഞാൻ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ എന്നും ഇങ്ങനെ എണ്ണക്കടി കൊടുത്തോലെ ശരീരം നാശാക്കണ്ടല്ലോ. അപ്പോൾ നല്ല നമ്മളെ പറമ്പിലുണ്ടായ വാഴപ്പഴം പച്ചക്കായ പഴുത്ത് പഴമായത് ഗൈസ്. അപ്പോൾ ഒന്ന് ആവിയിൽ വേവിച്ചു കേട്ടോ. ഇന്ന് രണ്ടാളാണ് കേട്ടോ പണിക്കുള്ളത്. നമ്മളെ വീടിൻ്റെ അവിടെ എത്തി. വീട് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഇതാ ഇതേപോലെ തേച്ചിട്ടതിന് ശേഷം നനക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഫിനിഷായി തുടങ്ങി കേട്ടോ. ഇനി ഹാളിൽ ഇങ്ങനെ സൈഡ് ഒട്ടിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഓരോ ടൈലൊക്കെ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് ലാസ്റ്റ് ഒട്ടിക്കാമെന്ന് വെച്ചിട്ടാവും. പിന്നെ നമ്മളെ റൂമുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ. പിന്നെ അതാ രാവിലെ ഞാൻ ഇങ്ങനെ കൈക്കാല് കൊണ്ടുവന്നൊക്കെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ പപ്പായ പഴുത്തത് കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അത് പോകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു ബെഡ്റൂമാണ് കേട്ടോ. അത് ഏറെക്കുറെ ഫിനിഷായി തുടങ്ങി. പിന്നെ നമ്മളെ ഹോളിലും സൈഡ് ഒട്ടിക്കാനുണ്ട് കേട്ടോ. ഹോളിൽ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിലും ഇവിടെ നിസ്കരിക്കണ കാണിച്ചു തരാൻ വേണ്ടി എടുത്തോന്നല്ല കേട്ടോ. ഇത് ഞാൻ അയാളെ വേണ്ട നിസ്കരിക്കുകയാണെന്നുള്ളത് അറിയില്ല. മാഷാ അല്ലാഹ് മൂപ്പരാളെ ഈ പണീൻ്റെ ഇടയിലും വീർത്ത് നിസ്കരിക്കണ്ടല്ലോ. വലിയ കാര്യം. 1000 ബർക്കത്തും മൂപ്പർക്കും നമ്മളെ വീടിനും ഉണ്ടാവട്ടെ. നമ്മളെ വീട്ടിൽ വെച്ചിട്ടല്ലേ നിസ്കരിക്കണം. അപ്പോൾ അതാ കിച്ചൺ ഇങ്ങനെയൊക്കെയാണ് ആയത്. ആ സെൻറ്ററിലുള്ള റാക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാനിങ് മാറ്റിയതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.